പ്രിൻസാണ്. ഞാനിപ്പോൾ വയനാട് പടിഞ്ഞാറത്തറയിലുള്ള മൊണാഡോ റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ്. 18 റൂംസാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 18 റൂംസിന് നമുക്ക് പ്രൈവറ്റ് ബാൽക്കണി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ പൂളിൻ്റെ സൈഡിലാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ നല്ല അടിപൊളി ഒരു ബനാന പ്ലാന്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ കവുന്തോട്ടും ഒരു നാച്ചുറൽ പോണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 11 മണിക്കാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ചെക്ക് ഇൻ ചെയ്യണത്. 11 മണിക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസാണ് കേട്ടോ. ചീവീടുകളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് റൂമിലെത്തിയപ്പം ഇതാണ് ഇവിടുത്തെ റൂം. നൈസ് റൂമാണ് കേട്ടോ. നൈസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല രീതിയിൽ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ? ഇവിടുത്തെ ലൈറ്റപ്പാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ നൈറ്റ് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ദുരന്ത ലൈറ്റായിരിക്കും. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ്. നമ്മൾ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യണം പോലെ. പിന്നെ എടുത്ത് വരത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ ഇൻറ്റീരിയർ ആണെങ്കിലും കംപ്ലീറ്റ് റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതാണ് ഈ ഒരു റൂമിൻ്റെ ഓവറോൾ ഒരു ഇൻറ്റീരിയർ ഇൻസൈഡ് വരുന്നത്. ദെൻ നമുക്ക് ഈ ഒരു റൂമിന് അഡീഷണൽ ആയിട്ട് ഒരു പ്രൈവറ്റ് ബാൽക്കണി സ്പേസും കൂടിയാണ്. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബാൽക്കണി സ്പേസ്. നൈറ്റിൽ ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിലുള്ള റൂംസ് ആണെങ്കിൽ നമുക്ക് പൂളിൻ്റെ ഒരു സൈഡ് വ്യൂ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഡേ ടൈമിലാണെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഈ ഒരു ബാൽക്കണിയിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈസ് മൂഡ് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ റൂമിൻ്റെ ഒരു ഓവറോൾ ഇൻറ്റീരിയർ വരുന്നത്. പിന്നെ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മോർണിംഗ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി സ്പേസിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് കേട്ടത്. താഴത്തെ ബനാന പ്ലാന്റേഷനും അതേപോലെ തന്നെ പോണ്ടും സ്വിമ്മിംഗ് പൂളും കംപ്ലീറ്റ് എന്താ പറയുക ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ രാവിലെ എണീറ്റിട്ട് നമുക്ക് ആ ഒരു ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ട ആ ഒരു ബാൽക്കണിയും ആ ഒരു എന്താ പറയുക ആംബിയൻസും കാര്യങ്ങളും ഒന്നുമല്ല. ശരിക്കും ഇവിടെ വരുവാണെങ്കിൽ രാവിലെ ഒരു 6 മണി 6:30 എണീറ്റിട്ട് എന്താ പറയുക ഈ ഒരു ബാൽക്കണിയിൽ വന്നിരിക്കണം. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ റിസപ്ഷൻ ഏരിയ. ദെൻ ഈ ഒരു റിസപ്ഷൻ്റെ ഒരു ഏരിയ ആണെങ്കിലും അത്യാവശ്യം ഒരു നൈസ് മൂഡാണ് കേട്ടോ. മോർണിംഗ് കണ്ടോ കംപ്ലീറ്റ് ഒരു കോടയൊക്കെ കയറിയിട്ട് ശരിക്കും വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു പാടത്തിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഒരു വയലിൻ്റെ സൈഡിലൊക്കെ. വയലും പാടമൊക്കെ സെയിമാണ്. ഒരു സൈഡിലൊക്കെ എന്താ പറയുക കുറച്ചൊരു പ്ലാന്റേഷനും കൃഷി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ മൊണാഡോ റിസോർട്ട്. ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരു 1 മന്തായി. കുറച്ച് പാക്കേജസും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഡിലേ ആയത്. ശരിക്കും എന്താ പറയുക വയനാട്ടിലെ ഏറ്റവും പുതിയ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് തംബ്നെയിൽ കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോ ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി എന്താ പറയുക പ്രോപ്പർട്ടി ഡെവലപ്പ് ആയിട്ടുണ്ടാകും. ഞാൻ വന്ന സമയത്ത് ഇവിടെ ജാക്കോസി സ്യൂട്ടും അതേപോലെ തന്നെ 2-3 കോട്ടേജസിൻ്റെയും വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം 2 മാസം കൊണ്ട് അത് തീർക്കണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ താഴത്തെ പോണ്ടിൻ്റെ ഏരിയയിൽ കുറച്ച് ആക്ടിവിറ്റീസും കൂടി ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണാനേക്കാളും കുറച്ചും കൂടി കാര്യങ്ങൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ സീസൺ 2 അതായത് സെക്കൻഡ് എഡിഷൻ നമ്മൾ ചെയ്യണതായിരിക്കും. കംപ്ലീറ്റ് ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജാക്കോസി സ്യൂട്ടൊക്കെ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ഒന്നുകൂടി വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യണ സമയത്ത് കംപ്ലീറ്റ് എന്തൊക്കെ ഇവിടെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് റിസപ്ഷൻ്റെ ടോപ്പിലായിട്ടുള്ളൊരു സ്പേസാണ്. ശരിക്കും ഒരു വ്യൂ പോയിൻ്റ് പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എന്താ പറയുക നൈറ്റ് ഡിന്നർ കാര്യങ്ങളൊക്കെ വേണം. ചെറിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവരെ ഡിന്നർ കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തരും. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഒരു ഓവറോൾ ഒരു വ്യൂ കിട്ടുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ. പൂളും അതേപോലെ തന്നെ താഴത്തെ പോണ്ടും ആ ഒരു ബനാന പ്ലാന്റേഷനും ആ ഒരു വയലിൻ്റെ ഏരിയ കംപ്ലീറ്റ് വ്യൂ കിട്ടുന്ന ഒരു പോയിൻ്റാണിത്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ. ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ. കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു പൂളിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാലും കംപ്ലീറ്റ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പൂൾ. അതായത് കറക്റ്റ് സെൻറ്ററിലാണ് ഈ ഒരു പൂൾ കേട്ടോ. ദെൻ ഇവിടെ നമുക്ക് ഒരു ഷട്ടിൽ കോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. ചെറിയൊരു കിഡ്സ് പാർക്കും ഉണ്ട് നമുക്ക് താഴെ നമ്മുടെ പോണ്ടിൻ്റെ സൈഡിലായിട്ട്.
ദെൻ ഈ ഒരു പോണ്ടിൻ്റെ സൈഡിലായിട്ട് കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഇപ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ ചെറിയൊരു പെഡൽ ബോട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു പോണ്ടിനകത്ത് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഓവറോൾ ഒരു വ്യൂ വരണത് ഈ ഒരു പോണ്ടിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ മൊണാഡോ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ബുക്കിങ്ങിനും മറ്റ് ഡീറ്റെയിൽസിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബെസ്റ്റ് അവൈലബിൾ റേറ്റിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ നമുക്കൊരു ബാങ്കറ്റ് സ്പേസും കൂടിയുണ്ട്. ഇതാണ് ഇവിടുത്തെ ബാങ്കറ്റ് സ്പേസ്. ചെറിയ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാങ്കറ്റ് ഹോളും കൂടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.